നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് ഡയറക്റ്റഡ് ബൈ നൗഫൽ അബ്ദുള്ള. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഹൊറർ ഫീൽ തരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ് ഈ ഒരു സിനിമക്കുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുഴപ്പങ്ങളുള്ളൊരു പടം. അത് എന്തിനാ ഒരു സെക്കൻഡ് ഹാഫ് അങ്ങനെ എടുത്ത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ പാടം തന്നെ ഭയങ്കര ബോറടി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കടന്ന സമയത്ത് എനിക്ക് കുറച്ച് ലാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് കുറച്ച് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നി. ഓൾറെഡി സിനിമ 2 മണിക്കൂർ എന്തോ ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് പോണത്. അത് ഈ ഫസ്റ്റ് ഹാഫ് അത്രയും സ്പീഡിലാണ് പോയത് എന്നുള്ളതും കൂടി ഞങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് ശരിക്കും ഒരു മീഡിയം സ്പീഡിൽ പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്രയും സ്പീഡിൽ പോയതുകൊണ്ട് സെക്കൻഡ് ഹാഫ് എന്തോ ഒരു അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിന് ഒരു പ്രശ്നം തോന്നുന്നത്. പക്ഷേ അത് മാത്രമല്ല സെക്കൻഡ് ഹാഫിലുള്ള പ്രശ്നം. മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ടുവേർഡ്സ് ദി ക്ലൈമാക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ഫീൽ ചെയ്തില്ല, സത്യം പറയാം. വെറുതെ എന്താ ഒരു കാര്യം പറയാം, ഒരു മാസ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ കുറേ മാസ് കാണിക്കരുത്. അല്ലാതെ അതിനായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. ഇപ്പോൾ ഒരു മിമിക്രി ആണെന്നുണ്ടെങ്കിൽ കോമഡി ചെയ്യാൻ ചില സിനിമകളിൽ കുറേ ബിനോടിമാരി പോലത്തെ കുറേ ജൂനിയാർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നിറക്കും. ഫുള്ള് ചൊല്ലിടിയാവും. കാരണം എന്താ, കോമഡിക്കായിട്ട് ഇറക്കണത് എന്ന് പറഞ്ഞ പോലെ ഇതിൽ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് റൈറ്റിംഗ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ടുവേർഡ്സ് ദി എൻഡാണ് കേട്ടോ. അത് വരെ സിനിമ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് കുറച്ചൊന്ന് സ്ലോ ആയി തോന്നിയത്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് കയ്യേന്ന് പോയി. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് എത്തുമ്പോൾ തോന്നിയത്. ഓവറോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കുറേ ആൾക്കാർക്ക് ഭയങ്കര റെസ്പോൺസ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കിട്ടുമായിരുന്നു. ആ ലെവലിൻ്റെ എന്താ പറയുക, ഒരു 40% അവർക്ക് സെക്കൻഡ് ഹാഫിൽ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗംഭീര ഔട്ട്പുട്ടായിട്ട് ഈ സിനിമ മാറിയിരുന്നു. പക്ഷെ അവരെ ചെയ്തില്ല. ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ അങ്ങോട്ട് പോകും എന്നുള്ളത് വിചാരിച്ച്. പക്ഷെ അങ്ങനെ പോയില്ല. അപ്പോൾ അതിന് ഡിസപ്പോയിൻമെൻറ്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ചെയ്തൊരു സ്ക്രീൻ പ്ലേ കിട്ടുവാണ്, മനസ്സിലായില്ലേ? ഇവർ ഈ ഫസ്റ്റ് ഹാഫിൽ എന്താണ് അവർ കാണിച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വന്നിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടണില്ല. അത് ഈ റൈറ്റിംഗ് പോരാത്തോണ്ടാ. ടൂറിസ്റ്റ് ക്ലൈമാക്സിനെ പറയണ്ട, അതിനപ്പുറമായി പോയി. അങ്ങനെ ചെയ്ത് വെച്ചൊരു മൂവിയാണ് നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്നത്. ജെയ്സൺ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ജെയ്സൻ്റെ റോളിനും കുറേ ഈ നെഗറ്റീവ് സാധനങ്ങൾ വന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അങ്ങനെ തന്നെ ജെയ്സൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില എക്സ്പ്രഷൻസ്, ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ജെയ്സൺ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോമഡി സീൻസ് വരുന്ന സമയത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ജെയ്സൺ അത്യാവശ്യം കോമഡി ചെയ്യുന്ന ആളാണല്ലോ. അപ്പം അങ്ങനെ മൊത്തം ജെയ്സൻ്റെ ആ ഒരു ഏരിയ ഓക്കെയാണ്. പക്ഷെ ഇവർ ഓക്കെ അല്ലാതെ പോയത് സെക്കൻഡ് ഹാഫിലുള്ള റൈറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ എൻഡിങ്ങിൽ കയ്യടിക്കുന്നു, മക്കളെ കയ്യടിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു തല്ലുമാല സിനിമയിൽ എൻ്റെ ടൊവിൻ്റെ ഗ്യാങ്ങും അതിൻ്റെ ഷൈൻ ടോമിൻ്റെ ഗ്യാങ്ങും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. ഏത് ഒരു വെഡ്ഡിങ്ങിൻ്റെ അവിടെ നിന്ന് ടൊവിൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഉള്ളൊരു ഫൈറ്റ് ഉണ്ട്. അതിൽ ലുക്മാൻ ടേബിളിൻ്റെ മേലെ കൂടെ അങ്ങനെ മറിഞ്ഞു വന്നിട്ടൊരു കിക്ക് ഉണ്ട് ലുക്മാൻ്റെ. തിയേറ്റർ പൂരപ്പറമ്പായ സീനായിരുന്നു. അത് ഈ പൂരപ്പറമ്പ് അവളെ കാരണം എന്താ, അതിനായിട്ടൊരു സാധനം ഇട്ടതല്ല. അത് ടൊവിൻ്റെ ഗ്യാങ് ഫൈറ്റ് നടക്കുമ്പോൾ ലുക്മാൻ അങ്ങനെ ചാടി വരുന്നതാണ്. അത് കയ്യൊട്ടിപ്പിക്കണം എന്നുള്ള രീതിയിലായിട്ടൊന്നും ഇല്ല, മനസ്സിലായി? 2 കൂട്ടർ അടി ഉണ്ടാവുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കോമഡി ഇല്ലെങ്കിൽ മാസ് സീൻസ് ഇതേപോലത്തെ സാധനങ്ങൾ ഇവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കണ സമയത്ത് അതിനായിട്ട് ഇവർ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കരുത്. അത് ഓബ്വിയസ് ആയിട്ട് ആ സാധനം സംഭവിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ അബു സലീമിൻ്റെ ഒക്കെ അവസാനത്തൊക്കെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു വെട്ടി ചെയ്യേണ്ട ഒരു എന്ത് ഡയലോഗാണത്. പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്ത കുറച്ച് 2 സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതിയ കഥ പൂർത്തിയാവാത്തൊരു ഫീലും ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നി. ബട്ട് ഓവറോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും കണ്ടിട്ടുണ്ടെങ്കിൽ മോശം പടം കണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി മാക്സിമം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് ഫീൽ ആവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ അടിക്കും നിങ്ങൾക്ക് ഇത് തോന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ ആയിട്ട് തന്നെയാണ് നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.